നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗുകാരൻ അഷ്റഫിന് വേണ്ടി SDPI-കാരൻ അഷ്റഫ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാത്രമല്ല, പാർട്ടി ചുമതലകളിൽ നിന്നും അഷ്റഫ് പിന്മാറിയിട്ടുണ്ട്. പ്രാഥമിക അംഗത്വം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നത് ആലോചനയിലാണ്. മഞ്ചേശ്വരത്തെ പ്രചാരണത്തിനിറങ്ങും. ആർക്കു വേണ്ടി എന്നത് കൂട്ടുകാരോട് കൂടി ആലോചിച്ച് ചെയ്യും. BJPയെ തോൽപ്പിക്കാനാണോ പിന്മാറ്റമെന്ന് ചോദിച്ചാൽ അവിടെ SDPIക്ക് ജയിക്കാമായിരുന്നു എന്നാണ് അഷ്റഫിന്റെ ഉത്തരം. ജയിക്കാമായിരുന്നെങ്കിൽ പിന്മാറിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് UDFുമായി ജില്ലാ നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ടാകുമത്രേ. എന്തായാലും അഷ്റഫിന് അമർഷമില്ലെങ്കിലും അണികൾക്ക് അമർഷവും പ്രതിഷേധവും ഉണ്ടുപോലും. ഡീൽ എന്നോരിയിട്ട് തെരഞ്ഞെടുപ്പ് വേദികളൊക്കെ അലമ്പാക്കുന്ന സതീശനും വേണുഗോപാലും ഒക്കെ മഞ്ചേശ്വരത്തെക്കുറിച്ച് മിണ്ടില്ല. കള്ളൻ എന്ന് കൂവി വിളിച്ച് ആൾക്കൂട്ടത്തിൽ മുന്നിലോടുന്ന പെരുങ്കള്ളന്മാരാണവർ. SDPI മത്സരിച്ചാൽ മതേതര വോട്ടുകൾ വീതം വെച്ച് പോകുമെന്നാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും വാദം. വാ തുറന്നാൽ മതമല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത ലീഗിന്റെയും SDPIയുടെയും വോട്ടുകളാണ് മഞ്ചേശ്വരത്തെ മതേതരമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ തിരിച്ചറിയണം. ഇമാതിരി രഹസ്യവും പരസ്യവുമായ കൂട്ടുകച്ചവടം നടത്തിയിട്ടും രക്ഷയില്ലാത്തവന്റെ പേരിലാണ് വ്യാജ വോട്ടുകൾ ചെയ്യാനും ചെയ്യിക്കാനും പ്രത്യേകം പാർട്ടി ക്ലാസുകൾ നടത്തുന്നത്. BLOമാരെ കൂട്ടുപിടിച്ച് കർണാടക അതിർത്തി മേഖലകളിൽ നിന്ന് വ്യാപകമായി കള്ളവോട്ടുകൾ ലീഗ് ചേർത്തുവെന്ന പരസ്യമായ ആരോപണം ഇനിയും മറുപടിയില്ലാതെ അന്തരീക്ഷത്തിലുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് നടന്നിട്ടുണ്ട്. BJP നേതാവ് സുരേന്ദ്രന് വെറും 89 വോട്ടിന് വിജയം തെന്നിമാറിയ തെരഞ്ഞെടുപ്പിൽ രേഖകൾ സഹിതമാണ് വ്യാജ വോട്ടിനെതിരായ പരാതി കോടതി പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം നാട്ടിലേ ഇല്ലാതിരുന്ന 259 പേരാണ് അന്ന് വോട്ട് ചെയ്തു പോയത്. യാത്രാരേഖകൾ പരിശോധിച്ചവരിൽ 20 പേരും അന്ന് വിദേശത്തായിരുന്നു എന്ന് തെളിഞ്ഞതാണ്. കേസ് നടത്തിപ്പ് അനന്തമായി തുടരാൻ കോമാലി സംഖ്യക്കാർ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും തടഞ്ഞുവെച്ചും നടത്തിയ തറക്കളികൾ വേറെയും. മഞ്ചേശ്വരത്ത് എന്ത് കള്ളക്കളിക്കും കള്ളക്കച്ചവടത്തിനും ലീഗും കോൺഗ്രസും CPMഉം ഒരുക്കമാണെന്നത് അങ്ങാടിപ്പാട്ടാണ്. ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ലീഗിന് ചേരുന്ന കൂട്ടുകാരനെ ഇറക്കിയാണ് ഇക്കുറി CPM ഡീൽ ഉറപ്പിച്ചത്. അതിന് പുറമെയാണ് SDPI-കാരൻ അഷ്റഫിന്റെ സ്ഥാനാർത്ഥിത്വം ഡിലീറ്റ് ചെയ്ത് ഡീലിനും മേൽ ഡീൽ ഉറപ്പിച്ചത്. ബെഡാ ഫൈറ്റർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിന്റെ കണ്ണും കരളുമായി മാറിയത് ജനകീയമായ ഇടപെടലുകളിലൂടെയാണ്. കേന്ദ്രത്തിൽ അധികാരം സ്വപ്നം മാത്രമായിരുന്ന കാലത്ത് മഞ്ചേശ്വരത്തെ ഇളക്കി മറിച്ച KG മാരാരുടെ രാഷ്ട്രീയ പിന്തുടർച്ചയാണ് സുരേന്ദ്രനെ ജനപ്രിയനാക്കിയത്. പോരാട്ടത്തിന്റെ ആ രാഷ്ട്രീയ നടത്തം കേരളത്തിന്റെ ജനകീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായി മാറിക്കഴിഞ്ഞതാണ്. അതിന്റെ അലയൊലികൾ മഞ്ചേശ്വരത്തിന്റെ മണ്ണിനും ആവേശം പകരുന്നുണ്ട്. അവർ മഞ്ചേശ്വരത്തിന്റെ മൊഞ്ചായി ആവേശത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഭയമാണ് SDPI-കാരൻ അഷ്റഫിന്റെ അമർഷത്തിന് വഴിവെച്ച ഡീലിന് പിന്നിലെന്ന് അറിയാത്തവരല്ല മഞ്ചേശ്വരത്തുകാർ. അന്ധഭയം ഇരിക്കട്ടുമെന്ന് ജനങ്ങൾ ഉറപ്പിച്ചിട്ടുമുണ്ട്. വികസനത്തിന്റെ രാഷ്ട്രീയം പറയാൻ കയ്യിലൊന്നുമില്ലാത്തതാണ് മുറുമുറുക്കലും പിറുപിറുക്കലുമാണ് അസഭ്യവും അസത്യവും അശ്ലീലവും ആയുധമാക്കിയുള്ള അഭ്യാസങ്ങളിലേക്ക് അവരെ നയിക്കുന്നത്. അവരോട് പൊറുക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്?